നമസ്കാരം. എടാ, നിന്റെ ഇപ്പോഴത്തെ ഈ സാറേ എന്നുള്ള വിളിയുണ്ടല്ലോ, അത് അറം പറ്റിയതുപോലെയായി. ഇത്രയും കാലം ഇവിടെ ഇരുന്നും കിടന്നും പഠിച്ചെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ നാളെ ഞാൻ ഇവിടെ ഒരു സാറുമായിരിക്കും. നീയൊക്കെ നശിച്ച് നാരായ വേര് തോണ്ടിയാലും ഈ രവിചന്ദ്രൻ ഇവിടെ തന്നെ കാണും. ഓക്കേ. എന്താ നിന്റെ പേര്? നിന്റെ നാശമാണ് നിന്റെയൊക്കെ. സീനിയറിന്റെ അടുത്ത് ഒരുപാട് കളി വേണ്ട, ഒരു ലിമിറ്റിന് കളിച്ചാൽ മതി. ഓക്കെ. രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കും ഇവിടെ നിന്ന് കുത്തിരിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി മൊബൈൽ കുത്തി കളിക്കുക. എന്തൊക്കെ ചോദിച്ചാലാണത് പറയില്ല. മോളെ മുഖെന്താ കണ്ട്? പ്രിൻസിപ്പൾ അത് വരുന്ന പ്രിൻസിപ്പൾ അയാൾ റൂമിലുണ്ടാവും. പിന്നെ എന്തിനാ പറഞ്ഞ പ്രിൻസിപ്പൾ വരുന്നത്? അങ്ങനത്തെ എന്തെങ്കിലും എനിക്കൊരു ജീവൻ ഉണ്ടായിട്ടെ വിചാരിച്ചാട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടി കഴിക്കാൻ? ഒരു ചായ ഒരു പരിപ്പോടെ. ആ, ക്ലാസ് തുടങ്ങാനായതാ, അപ്പൊ കൊണ്ടുവരാം. ചേട്ടാ ഒരു വെള്ളച്ചായം പരിപാടി. ഹായ് എമിലി, ഗെയിം കളിക്കായിരിക്കും. ഏതാണ് ഗെയിം? മോനെ, പറ്റുപുസ്തകത്തിന്റെ പേജ് തീരാനായിട്ടോ. ഇവിടെ വന്ന് മൂക്കറ്റം കഴിച്ച് പറ്റുപുസ്തകത്തിൽ കണക്കുണ്ടാക്കിച്ച് പൈസ വയ്ക്കുന്ന നേരത്ത് ഇളിച്ച് കാണിക്കുന്ന പഴയ കോമഡി ഉണ്ടല്ലോ, അത് ഇവിടെ എനിക്ക് ശരിയാവില്ല കേട്ടോ. നിന്റെ അടുത്ത് നടക്കൂല. അല്ല ചിരിക്കണ്ട. ചേട്ടാ, ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. കോളേജ് അല്ല അല്ല എമിലി? അല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എമിലി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? പറഞ്ഞോളൂ. എനിക്കൊരു ചായ പരിപ്പടയെ വാങ്ങിച്ചു തരും. കഴിച്ചോളൂ, വാങ്ങിച്ചോളൂ. സത്യം സത്യം. അല്ല, വെറുതെ മോഹിപ്പിക്കരുത്. ഞാൻ ആരെയും മോഹിപ്പിച്ചില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ? ഇത് വലിയ കഷ്ടമായല്ലോ. ചായ വാങ്ങിച്ചു തരാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിന് വലിയ പുച്ഛമാണ്. ബാക്ക് ബെഞ്ചേഴ്സിനെ കുറ്റം പറയണ? അല്ലളിയാ, ഞാൻ ഒരു ചായയും പരിപ്പടയും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ലീവ് മീ അലോൺ. ആര്? എമിലി. ഇവളായിരുന്നു. അത് നമുക്ക് ക്ഷമിക്കടാ. ഓ, ഇതിന്റെ ബാക്കിയാവും ഇത്. അല്ല, അതിന്റെ ബാക്കിയായി ഇത്. അതെ, എന്താ എമിലി, നിങ്ങൾക്കൊക്കെ ഞങ്ങൾ സ്നേഹിച്ചാലെന്താ? കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേ. സോഫ്റ്റ് ആക്കിട്ട് എന്നെ ഉണ്ടാക്കി. ഇനി എങ്ങോട്ട് സോഫ്റ്റ് ആക്കാനാ? ഈ പൈസ കൊടുക്കാതെ നിന്ന് അത്രയൊക്കെ മതി. ഇയാളെന്താ ആനറിയുമ്പോ ചേനറിയണേ? കുറച്ച് മുമ്പ് ക്ലാസ് തുടങ്ങാറേ വരുന്നില്ലേ? ക്ലാസ് തുടങ്ങാനേ. ശരിയാ. നീ വന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. പരിപ്പോഴടുത്ത് ഞാൻ ഓർഡർ എടുത്ത, പക്ഷെ ഈ കൃത്യമായിട്ട് ചെയ്ത്. എമിലി കാണുമ്പോ ചിലപ്പോ എന്നെ കൊല്ലും. എങ്ങോട്ടാ? പുറത്തോട്ടാ. ഇപ്പൊ വരും. സിനിമയ്ക്കുള്ള പരിപാടി ആയിരിക്കും. അല്ലാട്ടോ, ഒരു ഫ്രണ്ടിനെ കാണാം. ഇപ്പൊ വരും. എന്തായാലും ഒരു വഴിക്ക് പോണല്ലേ? കയ്യിലുണ്ടെങ്കിൽ ഒരു 50 രൂപ വന്നിട്ട് പോകും. ചേട്ടാ, അയ്യോ ചേട്ടാ, അവനെ കാണാൻ വേണ്ടി പോണത് പൈസ മേടിക്കാനാണ് ചേട്ടാ. അപ്പൊ ഒരു കാര്യം ചേട്ടാ, ഞാൻ കൂടുതൽ മേടിച്ചോ ചേട്ടാ. ഒരു പാവപ്പെട്ടവനാണ് ചേട്ടാ. പാവപ്പെട്ടൊരു നട കാശ് മേടിക്കാൻ പോണേ. ഇത് വേറെന്തോ കേസാണ്. വിട്ടോ. ഒരുമിച്ചുള്ള എന്തോ പദ്ധതിയാണ്. ഒരുമിച്ചുള്ള എന്തോ പദ്ധതി. ഹലോ, എന്ത് പറ്റിയെന്നറിയാൻ ഞങ്ങൾ ഇവിടെ നിൽക്കോ? ചോദിക്കാൻ വന്നേക്കുന്നു. ചിലപ്പോ പെട്രോൾ തീർന്നാവും. എന്റെ വണ്ടിക്ക് പെട്രോൾ തീരാറില്ല. എന്റെ വണ്ടിയിൽ പെട്രോൾ തീരാറില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മോളായിരിക്കും. അയ്യോ ചമ്മി. ആര്? ഞാൻ. എടി നീ നോക്ക്. ഹലോ, എന്താ പ്രോബ്ലം? എന്റെ വണ്ടി തൊട്ട് പോരുത്. അല്ല, എന്താ പ്രോബ്ലം വണ്ടിക്ക്? വണ്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കിക്കർ അടിച്ചു നോക്ക്. നമ്മൾ അടിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോ. ഞങ്ങൾക്കറിയാം നോക്കാൻ. നിങ്ങളുടെ സഹായം ചോദിച്ചില്ലല്ലോ. കിക്കർ അടി. നമ്മൾ അടിച്ചോളാം. ചിലപ്പം
എന്താ കാണിക്കുന്നത്? അളിയാ ദാണ്ട് ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് എടി പറഞ്ഞത്. നീ നോക്ക്. സംഭവം എന്താണ് ഞാൻ പറഞ്ഞത്. സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് കിക്കർ അടിക്കണേ. സെൻട്രൽ സ്റ്റാൻഡ് എടി നീ നോക്ക്, പെട്ടെന്ന് നോക്ക്. ഞങ്ങൾ നോക്കിക്കോളാം. അല്ല വേണ്ട ഇട്ട് നോക്കട്ടെ. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് അടിക്കണം. ഞങ്ങൾ ഇട്ടോളാം, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ സഹായം വേണ്ട. പറഞ്ഞില്ലേ മാറി കൈമണ്ടി. എന്താ നിങ്ങൾ ചെയ്യണത്? കൂടെ പഠിക്കണ ഒരു കുട്ടി വീണ് കിടക്കുമ്പോ കളിയാക്കി ചിരിക്കാ വേണ്ട. എന്ത് പഠിപ്പത്തരാണോ നിങ്ങൾ പഠിക്കണത്? മോളെ വല്ലതും പറ്റിയാ? അയ്യേ, പോളവാ. എന്നെ പിടിക്കാതെ വേണ്ട. ഇതാണ് ഇതിനെയൊക്കെ പിടിക്കാത്തത്. ഞാൻ എന്താ ഇത് എന്താ ചെയ്തെന്നോ? ഈ പ്രായമുള്ള മോളെ മുന്നിൽ വെച്ചാൽ പെൺകുട്ടിനെ കയറി പിടിക്കാൻ പോയി. ഇത്രയും പ്രായമായാലും മനുഷ്യ. മോളെ പോവാ വാ. പുതിയ അഡ്മിഷൻ ആയിരിക്കും. എന്താ പേര്? പാത്തുമ്മന്നാ? അല്ല, സേര. സൈറോ? സേര. സൈറ. നമുക്കിനി കാണേണ്ടി വരും. നമുക്കിനി കാണേണ്ടി വരും. നീ എന്തിനാ കൊച്ചിനെ വരട്ടിയത്? ഇങ്ങനെയൊന്നും അല്ല അണ്ണ എന്റെ വരട്ടൊക്കെ. തലയിരിക്കുമ്പം പാലാടാൻ പാടില്ല. ഇങ്ങനെയാണോ ആട്ടുന്നത്? കേട്ടോ അത്. അതെന്തൊരു പോയല്ലേ? ഇപ്പൊ ഇതാരും കൊണ്ടുപോകും. ഇതാരും കൊണ്ടുപോകും. അത് അച്ഛൻ വന്ന് എടുത്തോളും വർക്ക്ഷോപ്പിൽ. ആരെങ്കിലും വിളിക്കാൻ വരാൻ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് എന്നെ പേടിപ്പിക്കരുതെന്ന്. സാറേ, ഞാൻ വരുമ്പോൾ സാറ് ധ്യാനത്തിലായിരുന്നു. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ പമ്മിയാണ് ഞാൻ വന്നത്. എന്നിട്ടും സാറ് പേടിച്ചു പോയി. പിന്നെ പേടിക്കൂലേ? ഈ സാഹചര്യത്തിൽ ആരായിരുന്നാലും പേടിക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ തന്നെ ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കും. ഇല്ല സാറേ, അയ്യപ്പ സ്വാമിയാണ് ഞാൻ ആവർത്തിക്കത്തില്ലേ. എന്തിനാ വന്നത്? ഒരു കുട്ടി ഒരച്ഛനും വന്നിട്ടുണ്ട്. ഒരച്ഛനാ? ആ, ഈ കുട്ടിക്ക് ഒരച്ഛനേ ഉള്ളൂ സാറേ. എന്നാ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് വരാം. ഒരച്ഛനേ ഉള്ളൂ സാർ. ഗുഡ് മോർണിംഗ് സർ. യെസ് കമ്മിങ്. ഗുഡ് മോർണിംഗ്. ഇരി. BSc ഫിസിക്സ്. അതെ സർ. വേണ്ട, ഈ കളഞ്ഞിട്ട് പോവാ. അയ്യോ സർ, ഞാൻ അല്ല, നാട്ടിലെ കോളേജ് ആകുമ്പം കറങ്ങി തിരിഞ്ഞ് നടക്കും, പഠിക്കുകയൊന്നുമില്ല, ഉഴപ്പും. ലക്ഷക്കണക്കിന് പൈസ മുടക്കി വിദേശത്തൊക്കെ കോളേജ് ചെല്ലുമ്പം കുത്തിയിരുന്ന് പഠിക്കും. ഇവിടെ പഠിക്കാൻ തന്നെ വന്നത്. അതെ സർ. അതെ. പിന്നെ കോളേജിന് ചീത്തപ്പേരുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തി ഇവിടെ അനുവദനീയമല്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. ഒത്തിരി ദൈവഭയവും മര്യാദയും അടക്കം ഒതുക്കമുള്ള മോളാ എൻ്റെ മോള്. അങ്ങനെയാ ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ തന്നെ വേണം. പിന്നെ മൊബൈല് കോളേജിൽ അനുവദനീയമല്ല. മൊബൈലിൽ എങ്ങനെ ഒരു ദിവസം എത്ര നേരം കുത്തിക്കളിക്കും? അയ്യോ സാർ, അത്തരം വൃത്തികെട്ട സാധനത്തിലൊന്നും എൻ്റെ മോളെ ഞാൻ തൊടിയിച്ചിട്ടില്ല, ഇനി തൊടിയിക്കുകയില്ല. മാത്രമല്ല അവക്കും അതിലൊന്നും ഒരു താല്പര്യവും. വെരി ഗുഡ്. സാറേ, കോളേജിൽ മാപ്പിളപ്പാട്ട് പരിപാടി നടക്കണ്ട, പാട്ട് കേൾക്കണം. കോളേജിലല്ല, മോളെ പോക്കറ്റിൽ ബെല്ലടിക്കണേ. ഉമ്മച്ചി വാപ്പച്ചി. ഉമ്മച്ചി, ഞാൻ പിന്നെ വിളിക്കാം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലേ? ക്ലാസ്സിൽ ചെല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ നോക്കിക്കോളാം സാർ. വരണം. ഓരോരുത്തർ പറഞ്ഞിട്ട് പോകും, പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണൂല കേട്ടാ. ശരി വാപ്പച്ചി. വാപ്പ പോയിട്ട് വരട്ടെ. എന്നാലും വാപ്പച്ചി, മോള് വിഷമിക്കണ്ട, വാപ്പ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. അയ്യേ, ഇതെന്തോന്ന് മരണ വീടായത്? അതല്ല സാറേ, പിന്നെ മോള് ഉമ്മാനെയും ബാപ്പാനെയും പിരിഞ്ഞിരുന്നിട്ടില്ല. മാത്രമല്ല അവള് ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ ഇറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാടെ കരച്ചിലൊന്ന് കാണണ്ടായിരുന്നു. അയ്യേ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാലേ മോള് ധൈര്യമായിട്ട് ക്ലാസ്സിൽ പോയി. പിന്നെ സെന്റിമെന്റ്സിന്റെ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ,
സംഗീതമേ സാഗരങ്ങളെ പിന്നെ സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമരസല്ലാപ സംഗീത ടീച്ചർ വരുന്നത് നമ്മളിവിടെ പറയല്ലേ. Good morning, everyone. Sit. Let's start. Yesterday we were discussing about the conservative force. You tell me, what is conservative force? Conservative force is a force with the property of the work done in moving a particular object between 2 points depending upon the taking path. Good. Sit down. നിനക്കറിയോ? Backbench, you stand up. Both of you stand up. രണ്ടുപേരും എണീക്കാൻ. താങ്ക് യു ടീച്ചർ. Tell me, what is conservative force? ഒരു വസ്തു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ അനങ്ങുമ്പം രണ്ടറ്റത്തും ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന സ്ഥലത്തിലുണ്ടാവുന്ന തള്ളൽ. Silence. താൻ ഈ ക്ലാസ്സിലുള്ള ആളാണോ? അല്ല, ഏകദേശം. ഈ കോളേജിലുള്ള ആളാണോ? ഈ കോളേജില് ആണ്. ഏത് ബാച്ചാണ്? അച്ഛൻ്റെ പേര് ശ്രീധരൻ. അതെ. ഏത് ബാച്ചാണ് പഠിക്കുന്നതെന്ന്? അങ്ങനെ പ്രത്യേകിച്ച് ബാച്ചൊന്നും സാർ, എല്ലാ ബാച്ചിലും. നിങ്ങൾ ഏത് വർഷമാണെന്ന്? വന്ന വർഷം. ഇത് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് ആണ്. നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണോ, സെക്കൻഡ് ഇയർ ആണോ, ഫൈനൽ ഇയർ ആണോ എന്ന് ചോദിച്ചേ. ഇത് ഫസ്റ്റ് ഇയർ ആണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഇതായിരുന്നു. ശരി. ഇപ്പം BSc ഫൈനൽ ഇയർ ആയി. ഇപ്പോഴും ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. അല്ല, ഇപ്പം ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് പഠിക്കാം ഞാനും ഇവനും. സൈലൻസ്. അല്ല സാറേ, ഞങ്ങൾക്ക് ടീച്ചറെ ഈ ഫിസിക്സ് ഞങ്ങൾക്കും പഠിക്കണമെന്നുണ്ട്. അതുകൊണ്ടാ. ഇതുവരെ പഠിച്ചില്ലല്ലോ. 3 വർഷമായില്ലേ? മതി പഠിച്ചത്, ഇറങ്ങിക്കോ. മതി പഠിച്ചത്, ഇറങ്ങിക്കോളാൻ. എന്നോട് പോവാൻ. രണ്ടുപേരും. ഞാനുണ്ട്. മാഡം, ഞാൻ വേണമെങ്കിൽ രണ്ടറ്റത്തും ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന സ്ഥലത്തിന്റെ തള്ളാനെ കുറിച്ച് പറയാം. രണ്ടുപേരും ഇറങ്ങിക്കേ. I said get out. ടീച്ചറെ പിടിച്ച് തള്ളും. Silence. ടീച്ചർ, Yes. ലേറ്റ് അഡ്മിഷനാ. വരൂ. ഇങ്ങോട്ട്. അതെ. Sit. നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പുറത്തിറങ്ങാൻ പറഞ്ഞല്ലേ? പോയേ. So let's continue. We were talking about conservative force. Silence. എന്നാ പിന്നെ നിങ്ങൾ ചിരിക്കേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാം. ഞാനേ ഇവിടുന്ന് പോകാത്തൊന്നും എല്ലാവരും ചോദിക്കും, വീട്ടിൽ പോയാൽ പിടിച്ച് പെണ്ണ് കെട്ടിക്കും. മനസ്സിലായില്ല? എനിക്കാണെങ്കിൽ പെണ്ണ് കാണാൻ പോയി ഇരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് നല്ല കുലീനതുള്ള ഒരു ആയുർവേദ പെണ്ണിനെ വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊരു ജീവിതം തന്നെ. റസിയേ, ജയേ, ഒന്ന് ആലോചിക്കേ. വിട്ടോ മാമോ, മോളെ കാണാൻ വന്നേരിക്കും. അതെ മോനെ. തന്നെ ഉറപ്പന്നല്ലേ? അതെന്താണ് അങ്ങനെ ചോദിച്ചത്? പഴയതുമല്ലേ, പിള്ളേരെ കാണുമ്പോൾ കയ്യിലും കാലിലും കയറി പിടിച്ചുള്ള ആകെ പ്രശ്നമാവും. വൃത്തിയോടെ പറയാതി. മാമ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറഞ്ഞാൽ എന്തിനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനിയും ഇവിടെ മോള് പഠിക്കണമെന്നുള്ള കൺസിഡറേഷൻ ഒന്നും പയ്യന്മാർ തരൂല. നെടുക്കിക്കളയും. ഓടറൊക്കെ അവിടെ നിന്ന് നിന്നെയൊക്കെ ആരാണ് ഇവിടെ കോളേജിൽ ചേർത്തത്? വളർത്തു ദോഷം അല്ലാതെ എന്താണ്? എടാ, ജനിക്കണമെങ്കിൽ നല്ല ഉമ്മയ്ക്കും പാപ്പയ്ക്കും ജനിക്കണം കേട്ടാ. കൊള്ള ഈ ബിലീസുകൾ. അടുത്ത പ്രാവശ്യം ആയിട്ട് മാമ നല്ല ഉമ്മയ്ക്കും പാപ്പയ്ക്കും ജനിക്കാം. പിള്ളേരും പോയി.
കരഞ്ഞു ബെക്രോം ബെക്രോം ചിന്നിന്റെ വീട്ടിലെ പൂച്ച കരഞ്ഞു മ്യാവ് മ്യാവ് എന്റെ കള്ളൻ തവള കരഞ്ഞു ബെക്രോം ബെക്രോം തക്കുടു തക്കുടു വാവ കരഞ്ഞു അമ്മേ അമ്മേ ചിന്നിന്റെ വീട്ടിലെ പൂച്ച കരഞ്ഞു മ്യാവ് മ്യാവ് എന്റെ കള്ളൻ തവള കരഞ്ഞു ബെക്രോം ബെക്രോം ചിന്നിന്റെ വീട്ടിലെ കോഴി കരഞ്ഞു കൊക്രോ കൊക്രോ തക്കുടു തക്കുടു വാവ കരഞ്ഞു അമ്മേ അമ്മേ ചിന്നിന്റെ വീട്ടിലെ കോഴി കരഞ്ഞു ബെക്രോം ബെക്രോം ചിന്നിന്റെ വീട്ടിലെ പൂച്ച കരഞ്ഞു മ്യാവ് മ്യാവ് ചിന്നിന്റെ വീട്ടിലെ കോഴി കരഞ്ഞു കൊക്രോ കൊക്രോ തക്കുടു തക്കുടു വാവ കരഞ്ഞു മാമ നല്ല ഉമ്മാക്ക് ബാപ്പാക്ക് നല്ല മക്കളുണ്ടാവും അല്ലേ മാമ